ഹലോ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് ബീൻ സോ ലോങ് അല്ലേ? ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഒരുപാട് കാലമായി, ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ എനിക്കാണ് ഒരു കംബാക്ക് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ പോയമാണ് നോക്കുന്നത്. ഫെഡറിക് ലൂയിസ് മക്നീസിൻ്റെ ദ പ്രോസ് ട്രീറ്റി. പോയറ്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ഐറിഷ് പോയറ്റാണ്, പ്ലേ റൈറ്റാണ്. 1907 സെപ്റ്റംബർ 12 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോയട്രിയിലൊക്കെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന, അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന തീംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് എക്സാമിനേഷനാണ്. ഒരു വ്യക്തിയുടെ മെൻ്റൽ ഫിസിക്കൽ സ്റ്റേറ്റിനെ എക്സാമിൻ ചെയ്യുന്ന രീതിയിലുള്ള പോയംസാണ്, അല്ലെങ്കിൽ പോയംസ് ഓഫ് ബിലോങ്ങിങ്സ് ആണ് അദ്ദേഹം കൂടുതലും എഴുതിയിരുന്നത്. മനുഷ്യൻ്റെ സെൻസസിലൂടെ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നോളജ് വെച്ചിട്ടുള്ള ഒരു എഴുത്തിനെയാണ് അദ്ദേഹം കൂടുതലും പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയൊക്കെ 20th സെഞ്ച്വറിയിലെ ഏറ്റവും മികച്ച ഒരു പോയറ്റ് ലിസ്റ്റിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നു. ഫെയ്ത്ത്, മൊറാലിറ്റി ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പോയംസിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നു പോയിരുന്ന കാര്യങ്ങളായിരുന്നു. ദ എർത്ത് കമ്പൽസ്, ഓട്ടം ജേർണൽ, ദ ലാസ്റ്റ് ഡിച്ച്, സ്പ്രിംഗ് ബോർഡ്, പ്രയർ ബിഫോർ ബർത്ത്, ഹോൾസ് ഇൻ ദ സ്കൈ, ഓട്ടം സീക്വൽ, വിസിറ്റേഷൻസ്, ദ ബേണിംഗ് പേർച്ച് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മേജർ പോയട്രി കളക്ഷൻസിൽ വരുന്ന വർക്ക്സുകൾ. ഇന്ന് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ദ പോസ്ട്രിറ്റി എന്ന പോയമാണ്. എന്താണ് ആ ഒരു ടൈറ്റിലിൻ്റെ മീനിങ്? ടു പോസ്ട്രിറ്റി. അദ്ദേഹം ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് മനുഷ്യ കുലത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫ്യൂച്ചർ ജനറേഷനെയാണ്. അദ്ദേഹം മനുഷ്യൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആയിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഈ പോയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പോയത്തിലേക്ക് പോവാം. When books have all seized up like the books in graveyards, and reading and even speaking have been replaced by other less difficult media, we wonder if you will find in flowers and fruits the same color and taste they held for us for whom they were framed in words. And will your grass be green, your sky blue, or will your birds be always wingsless birds? നമ്മൾ പറഞ്ഞു, ഇവിടെ അദ്ദേഹം ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് കൺസേൺഡ് ആവുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ ഒരു ടൈമിൽ ബുക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന ഒരു മീഡിയമാണ്. ഈ ബുക്സുകളെല്ലാം ഗ്രേവ് യാർഡ്സിൽ സീസ്ഡ് അപ്പ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ആളുകൾ കംപ്ലീറ്റ്ലി ബുക്സിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? ബൈ എ ലെസ് ഡിഫിക്കൾട്ട് മീഡിയ. ഇവിടെ അദ്ദേഹം സോഷ്യൽ മീഡിയയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. ഈ ഒരു സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അദ്ദേഹം പറയുകയാണ്, റീഡിങ് എന്ന ആ ഒരു ട്രഡീഷണൽ, ബുക്ക് റീഡിങ് എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷണൽ രീതി കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ആയിപ്പോയി. ഈ ഒരു മീഡിയയുടെ വരവോടുകൂടി ആളുകൾ ബുക്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു. അതുമാത്രമല്ല, ഈവൻ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്പീക്കിംഗ് അതുപോലും ഇല്ലാതായിരിക്കുകയാണ്. മീഡിയ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈസി ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള, ലെസ് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിലേക്ക് എത്തിയപ്പോൾ നമ്മൾ പരസ്പരമുള്ള സംസാരം തന്നെ ഒഴിവാക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്. നമ്മൾ ടെക്സ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. നമുക്കൊരാളോട് നേരിട്ട് ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഇല്ല. പകരം നമ്മൾ അവിടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് കാര്യങ്ങളെ
ഒന്നുകൂടി ലെസ് ഡിഫിക്കൽട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇങ്ങനൊരു മീഡിയ വന്നപ്പോൾ എന്താ പറ്റിയത്? ബുക്സിൻ്റെ പ്രാധാന്യം ഇല്ലാതായി, പലർക്കും ബുക്സിനോടുള്ള താല്പര്യം തന്നെ ഇല്ലാതായി. അത് ശരിയാണോ? അത് നല്ലതാണോ? ഫ്യൂച്ചറിലേക്ക് ഈ ഒരു ബുക്ക് എന്ന് പറയുന്ന കാര്യം ഇല്ലാതാവുമ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ചിന്തിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമുക്ക് പല കാര്യങ്ങളും പല അറിവുകളും കിട്ടുന്നത് ബുക്സിലൂടെയാണ്. ആ ബുക്സാണ് ഇപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, അദ്ദേഹം വണ്ടർ ആകുകയാണ്, വിൽ വി ഫൈൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് ദ സെയിം കളർ ആൻഡ് ടേസ്റ്റ്? ഫ്യൂച്ചറിൽ ഈ ഫ്രൂട്ട്സിനും ഈ ഫ്ലവേഴ്സിനുമൊക്കെ ആ ഒരു സെയിം കളറും ടേസ്റ്റും തന്നെ ഉണ്ടാവുമോ? കാര്യം പഴമയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും എല്ലാം റീപ്ലേസ് ചെയ്യപ്പെടുമോ? അവരുടെ കളറും ടേസ്റ്റും എല്ലാം റീപ്ലേസ് ചെയ്യപ്പെടുമോ? ഫ്രൂട്ട്സിനെയും ഫ്ലവേഴ്സിനെയും അതിൻ്റെ കളറിനെയും ടേസ്റ്റിനെയും ഒക്കെ ബുക്സുകളിൽ വളരെ സ്വീറ്റായിട്ടുള്ള വേർഡ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഉള്ളതുപോലെ ഗ്രാസിന് ഇനി വരുന്ന കാലത്ത് ഗ്രീൻ കളർ തന്നെ ആയിരിക്കുമോ? നമ്മുടെ സ്കൈ എന്ന് പറയുന്നത് ബ്ലൂ കളറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൺസേൺസ് ആണ്. ബുക്കിനെ മീഡിയ റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് ചുറ്റും വരാവുന്ന ആ ഒരു മാറ്റങ്ങളെ അദ്ദേഹം പല രീതിയിൽ കൺസേൺ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? വിൽ ദ ബേർഡ്സ് ബി ഓൾവേസ് വിങ്സ്ലെസ് ബേർഡ്സ്? ഇപ്പോൾ നമുക്കുള്ള എന്താണ്? വിങ്സ് ഉള്ള ബേർഡ്സ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ പലതും നമ്മൾ കൈ വിട്ട് കളയുന്ന കൂട്ടത്തിൽ, ഈ പല കാര്യങ്ങളും റീപ്ലേസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ബേർഡ്സ് വിങ്സ്ലെസ് ബേർഡ്സ് ആയിട്ട് മാറുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വിങ്സ്ലെസ് ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഒരു ബേർഡ് കംപ്ലീറ്റ് ആവുന്നത് അതിൻ്റെ ചിറകുള്ളത് കൊണ്ടാണ്. അതായത് അതിന് പറക്കാൻ കഴിയുന്നത്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ. അതുള്ളത് അതിൻ്റെ ചിറകുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യപ്പെട്ടാൽ പിന്നെ എന്താണ്? അതിനൊന്നുമില്ല. വിങ്സ്ലെസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കഴിവില്ലാത്ത ഒരു ബേർഡായിട്ട് അത് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ജനറേഷന് വരുന്ന മാറ്റങ്ങളിലൂടെ ഈ ഒരു ട്രഡീഷണൽ ടേംസിനെ അവർ വിട്ട് കളയുമ്പോൾ ആ ഒരു ബേർഡ്സിനെ പോലെ തന്നെ നമ്മുടെ ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ വേസ്റ്റായി പോകുമോ എന്നാണ് അദ്ദേഹം ഇവിടെ ചിന്തിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു മീഡിയ ചേഞ്ചിനെയാണ്. ട്രഡീഷണൽ കൾച്ചറായിട്ടുള്ള ഒരു ബുക്ക് റീഡിങ് എന്നതിനെ ന്യൂ മീഡിയാസ്, റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് പോലെയുള്ള ന്യൂ മീഡിയാസ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും വരുന്ന മാറ്റങ്ങളാണ് അദ്ദേഹം ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ കൺസേൺസിനെ എല്ലാം ഒന്ന് സമ്മപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഈ വിങ്സ്ലെസ് ബേർഡ്സ് എന്നുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ എഫക്റ്റീവായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇവിടെ ഈ ഒരു പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഐഡിയാസ്, ഇമേജസ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ, ഒരു ഡെഡ് ബോഡി എങ്ങനെയാണോ ഒരു ഗ്രേവ് യാർഡിൽ മാർബിളൊക്കെ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ഗ്രേവ് യാർഡിൽ നമ്മൾ അടച്ച് സൂക്ഷിച്ചിരിക്കുന്നത്, അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ ഈ ന്യൂ മീഡിയാസിൻ്റെ വരവോടുകൂടി നമ്മുടെ ഷെൽഫുകളിൽ, നമ്മുടെ ഗ്ലാസ് ഷെൽഫുകളിൽ നമ്മൾ ഈ ബുക്സിനെ മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല അത്. അപ്പോൾ ഒരു ഗ്രേവ് യാർഡിൽ ബെറി ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഈ ബുക്സിനെയും നമ്മൾ ഈ ഷെൽഫുകളിലാക്കി വെച്ചിരിക്കുകയാണ്, നമ്മളത് യൂസ് ചെയ്യാണ്ട്. അതുപോലെ വിങ്സ്ലെസ് ബേർഡ്സ് എന്താണ് കാണിക്കുന്നത്? ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു ലൈഫിനെയാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പോയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.